കാർമലിലെ സുന്ദര കുസുമം, ഫലസമ്പുഷ്ടമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിത്യനിർമ്മലവുമായ തേജസ്, നിത്യനിർമ്മല കന്യകയായിരുന്നുകൊണ്ട് ദൈവപുത്രന് ജന്മം കൊടുത്തത്. ക്രൈസ്തവർ എന്ന നിലയിൽ ഇന്ന് നാം ഓരോരുത്തരും അഭിമാനം കൊള്ളുമ്പോൾ നമ്മുടെ അസ്തിത്വത്തിന്റെ ഭാഗമായി തീർന്ന ഉത്തരീയം ഒരു ചിഹ്നമാണ്. കാർമലിലെ ദൈവ ഉടമ്പടിയുടെ ചിഹ്നം, ദൈവ മാതൃസ്നേഹത്തിന്റെ ചിഹ്നം. ആധുനികവൽക്കരണത്തിന്റെ കുത്തൊഴുക്കിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിന് നേരെ തിരിച്ചുവെച്ച ഒരു കണ്ണാടിയാണ് പരിശുദ്ധ കന്യകാമറിയവും അവളുടെ ദൈവമാതൃത്വവും. മനുഷ്യത്വവും മാനുഷികതയും ഒക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഒരു ചോദ്യചിഹ്നമാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് നാം വിളിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളാണ്. ഈ അവസരത്തിൽ കുടുംബ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകുന്ന മാതൃകയെക്കുറിച്ച് സംസാരിക്കാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. മനുഷ്യ പരിത്രാണ കർമ്മം അതിന്റെ പരിസമാപ്തിയോടടുത്തുകൊണ്ടിരുന്ന ആ പരിപാവന മോഹന സുന്ദര നിമിഷത്തിൽ തിരുക്കുമാരൻ കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ അവസാന തുള്ളി രക്തവും ഇറ്റി തന്റെ വത്സല ശിഷ്യനിലൂടെ പരിശുദ്ധ അമ്മയും ലോകത്തിന് മാതാവായി നൽകി. പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ അമ്മ എന്ന തിരുവെഴുത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. മനുഷ്യരാശിക്ക് ഒരു സമ്മാനമായി തിരുക്കുമാരൻ നൽകിയ പരിശുദ്ധ അമ്മ നമുക്ക് ലോകം, പാപം, ശരീരം, പിശാച് എന്ന ശത്രുക്കളെ എതിരിടാൻ ഉതകുന്ന ഒരു ആയുധമാണ്. ഉത്തരീയം അതിനൊരു കൂട്ടാളിയുമാണ്. മനുഷ്യരാശിക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന ഏറ്റവും വലിയ പാഠം നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നത് തന്നെയാണ്. പരിശുദ്ധ അമ്മ ഇന്ന് നാം ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ നാഥയായി മാറിയാൽ നമ്മുടെ കുടുംബങ്ങളിൽ വീഞ്ഞില്ലാതാകുമ്പോൾ അത് തിരുക്കുമാരനോട് ഉണർത്തിക്കാൻ ആ അമ്മ ഒരിക്കലും മറക്കില്ല. അത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. പരിശുദ്ധ അമ്മ തന്നെയാണ് ഇന്ന് ഈ ലോകത്തിനുള്ള ഏറ്റവും വലിയ പാഠപുസ്തകം. കഴിയുന്നവന്റെ കണ്ണീരൊപ്പാനും അപരന് കൈത്താങ്ങാകാനും രോഗിക്ക് ആശ്രയമാകാനും ആരുമില്ലാത്തവന് തുണയായി മാറാനുമൊക്കെ ക്രൈസ്തവനെ പഠിപ്പിച്ചതും ഈ അമ്മ തന്നെ. ആ അമ്മ വളർത്തിയ മകൻ രണ്ടുടപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിൽ എന്തതിശയം. ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ തന്നെ ക്രൈസ്തവ വിദ്യാലയങ്ങളിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിന് കൊടുക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇതുതന്നെയാണല്ലോ തിരുക്കുമാരനെ കൊടുക്കൽ. ഭൗതികതയും ജഡിക താല്പര്യങ്ങളെയും ഒക്കെ എതിർത്തു നിൽക്കാൻ പരിശുദ്ധ അമ്മയുടെ മാതൃക നമ്മെ ഏറെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ മരിയ ഭക്തി വേരുറപ്പിക്കുന്നതിൽ നാം ഏറെ പരിശ്രമിക്കേണ്ടതായിരിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.